ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഇത് ഹോണ്ട ആക്റ്റീവ 125 BS6 മോഡൽ വണ്ടിയുടെ എഞ്ചിനാണ്. നിലവിൽ ഇതിൻ്റെ എഞ്ചിൻ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ശബ്ദ വ്യത്യാസമായിട്ടാണ് വന്നായിരുന്നത്. അതേപോലെ തന്നെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചേക്കുമ്പോൾ സിലിണ്ടറൊക്കെ നല്ല രീതിയിൽ സ്ക്രാച്ച് വന്ന് പോയിട്ടുണ്ടായിരുന്നു. സൗണ്ട് കൂടുതൽ വരാൻ കാരണം എന്ന് വെച്ചാൽ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ വരുന്ന ബെയറിങ് പോയിട്ട് ഫുള്ള് ക്യാം ഷാഫ്റ്റ് കംപ്ലൈൻ്റ് ആണ്. ശരി, ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ തേയ്മാനം വന്നു പോയിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇതിൻ്റെ സൈഡ് ബെയറിങ് മാത്രമാണ് മാറ്റിയെടുത്തത്. അത് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി കസ്റ്റമറുടെ നിർദ്ദേശപ്രകാരം ചെയ്തേക്കണ വർക്കാണ്. കാരണം എന്ന് വെച്ചാൽ പൈസ മുടക്കാൻ ആൾ തയ്യാറല്ല. അപ്പോൾ അതും പ്രകാരം മാക്സിമം ചിലവ് ചുരുക്കി ചെയ്യുക, അതാണ് അതിൻ്റെ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അതും പ്രകാരം ചെയ്യണ വർക്കാണ് കേട്ടോ. ഇപ്പോൾ നിലവിലെ സിലിണ്ടർ പിസ്റ്റണൊക്കെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പരമാവധി നമ്മൾ മാറ്റിയാണ് സെറ്റ് ചെയ്യാറ്. ഇതിപ്പോൾ ചിലവ് ചുരുക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ നമുക്കിത് ചെയ്യാൻ വേണം, കംപ്ലൈൻറ്റ് റെഡി ആവുകയും വേണം, മാക്സിമം എമൗണ്ട് കുറയ്ക്കാം. ആ ഒരു ഉദ്ദേശത്തിൽ നമ്മളതിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ മാത്രം മാറ്റി, അതായത് സിലിണ്ടർ പഴയ തന്നെ പിസ്റ്റൺ മാറ്റി ബോർ ചെയ്ത് റീസെറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കത് ചെയ്തേക്കുന്ന ഡേറ്റൊക്കെ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്യേണ്ടത്. കാരണം ഈ സൈഡൊക്കെ നല്ല രീതിയിൽ തേയ്മാനം വന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ സൈഡ് ബെയറിങ് മാത്രം മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്തത്. റോക്ക് റാം സെറ്റിന് നിലവിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ അതുകൂടാതെ നമ്മളതിൻ്റെ ഹെഡൊക്കെ അഴിക്കുമ്പോൾ വാൽവൊക്കെ ഇതിപ്പോൾ അത്യാവശ്യം ലീക്കുണ്ട്, ചെറിയൊരു ലീക്കുണ്ട് വാൽവ് മാറ്റി വാൽവൊക്കെ സീറ്റ് ചെയ്ത് കയറ്റേണ്ടതാണ്. അപ്പോൾ അതൊക്കെ തൽക്കാലം സ്കിപ്പ് ചെയ്ത് വിട്ടേക്കാണ്. കാരണം അതല്ലാതെ കൊണ്ട് നമുക്ക് എമൗണ്ട് കുറയ്ക്കാൻ പോസിബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ ക്ലച്ചിൽ വന്ന യൂണിറ്റ്, ക്ലച്ച് വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റമൊക്കെ ഡാമേജാണ്. അപ്പോൾ അതൊക്കെ തൽക്കാലം നമ്മൾ ഒഴിവാക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്സുകൾ മാറ്റിക്കഴിഞ്ഞാൽ ഓൾറെഡി അതിൻ്റെ അടുത്ത് എമൗണ്ട് വരും. അപ്പോൾ പരമാവധി ആ എഞ്ചിൻ്റെ ഭാഗം മാത്രമാണ് നമ്മൾ ഇപ്പോൾ സിലിണ്ടർ പിസ്റ്ററിൻ്റെ ഭാഗം മാത്രമാണ് ഇപ്പോൾ ക്ലിയർ ചെയ്യണത്. അതും 100% ഒരു ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ചെയ്യുന്ന വർക്കിന് ലെയ്ത്ത് വർക്ക് അതിൻ്റെ പഞ്ചിങ് ഡേറ്റ് പഞ്ച് ചെയ്തിട്ടാണത് അവർ അവരുടേതായിട്ടുള്ള വാറണ്ടി പറഞ്ഞതുകൊണ്ടാണ്. പക്ഷേ അതുകൊണ്ടല്ല നമുക്ക് കംപ്ലയിൻറ്റ് വരാൻ പോകുന്നത്. ഈ ക്യാം ഷാഫ്റ്റ് കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് വരും. സമയത്തിന് ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കംപ്ലയിൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ചൊരു ഗ്യാരണ്ടി ഒന്നും നമ്മൾ പറയുന്നില്ല. കറക്റ്റായിട്ട് നോക്കുക, പരമാവധിയും ശ്രദ്ധിക്കുക, അത്രയാണ് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ വാൽവിൻ്റെ കേസൊക്കെ ക്ലിയർ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ അയച്ചു നമ്മൾ ഇതേപോലെ ഒന്നും സെറ്റ് ചെയ്യാറില്ല. കാരണം അത് ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യാറുള്ളൂ. പിന്നെ ഫണ്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല അതിനകത്ത് കേട്ടോ. മാക്സിമം ആ രീതിയിലാണ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം.